ഇറാനെ അമേരിക്ക ആക്രമിക്കുക ചോദ്യമാണ് സംഭവം. കാരണം കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ 2-3 വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇറാനിയൻ ഭരണകൂടം എങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം അവർ അമേരിക്കയോട് വളരെ ഭയന്നിട്ട്, കാരണം അവർ മാപ്പ് പറയുന്ന രീതിയിലോട്ട് വരെ പോയി. പിന്നീട് ഞാൻ അതിൻ്റെ അകത്ത് പറയുകയും ചെയ്തു, ഇറാനിയൻ പ്രസിഡന്റ് അദ്ദേഹം മസൂദ് പെഷഷ്കാൻ അമേരിക്കൻ ഇൻസ്പെക്ടേഴ്സിനോട്, അതായത് ന്യൂക്ലിയർ ഇൻസ്പെക്ടേഴ്സിനോട് അവിടെ സന്ദർശിക്കാൻ അനുമതി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ സംഭവങ്ങൾ അത് ആ രീതിയിലല്ല. അതായത് അമേരിക്കൻ ടെലിവിഷന് കൊടുത്ത ഇൻ്റർവ്യൂ ഒക്കെ അവർ അമേരിക്കൻ പുതിയ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതിനെ കാര്യമായിട്ട് ഗൗനിക്കുന്നില്ല. അത് മാർക്ക് റൂബിയോ, അതായത് ആന്റണി ബ്ലിങ്കന് പകരം അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റ ക്യൂബൻ, അതായത് ക്യൂബൻ ഒറിജിൻ വംശജനാണ് അദ്ദേഹം. അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു അറ്റോർണിയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പഴയ 2-3 പ്രാവശ്യത്തെ സെനറ്റ് മെമ്പറായിട്ടിരുന്നു. അതേപോലെ ഫ്ലോറിഡയിൽ അവിടുത്തെ സ്പീക്കർ കൂടിയായിരുന്നു ആ സ്റ്റേറ്റിൻ്റെ. അദ്ദേഹം ഈ കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇറാൻ ഭരണകൂടത്തിൽ ഈ ഖമേനിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു വിഭാഗമുണ്ട്. അതേപോലെ മസൂദ് പെഷഷ്കാനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അപ്പോൾ അലി ഖമേനിയെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗം പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ പരീക്ഷണം നടത്തണം, ന്യൂക്ലിയർ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകണം. അതിൻ്റെ നിർബന്ധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാനിയൻ പ്രസിഡന്റ് റഷ്യയിൽ പോയിട്ട് പുടിനുമായിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചു. നിങ്ങൾ കണ്ടു കാണാം വാർത്തയ്ക്കകത്ത്. അതായത് റഷ്യ ഇറാന് ന്യൂക്ലിയർ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ നിർമ്മിച്ചു കൊടുക്കും. ഉണ്ടാവില്ലെന്ന് കണ്ടറിയണം. അപ്പം അതേ തുടർന്ന് മറ്റുള്ള ന്യൂക്ലിയർ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകണം. ഒരു ഭാഗത്ത് പെഷഷ്കാൻ പറയുമ്പോൾ തന്നെ ഈ ന്യൂക്ലിയർ, അത് അമേരിക്കൻ ന്യൂക്ലിയർ ലാബുകളിലൊക്കെ, ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, അത് വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടി. ഈ സന്ദർഭത്തിലാണ് മാർക്ക് റുബിയോ, അതായത് ഈ പറയുന്ന എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറിയും അമേരിക്കൻ പ്രസിഡന്റും ട്രംപിൻ്റെ കൃത്യമായ രീതിയിലുള്ള സംഭവത്തിൽ തന്നെയാണ് പറയുന്നത്, ഒരു കാരണവശാലും ഇറാന് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇറാനെ ഈ പറയുന്ന പെട്ടെന്ന് സാങ്ഷനൊന്നും ഇമ്പോസ് ചെയ്ത സാങ്ഷൻ എടുക്കാനും തയ്യാറല്ല. ഇറാൻ വന്നാൽ നേരെ ചൊവ്വേ ഷിയ സെക്ടറിയൻ ഭരണത്തിൽ നിന്നും പുറത്ത് ചാടിയാൽ മാത്രമേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. അതായത് വേറെയും പറയുന്നുണ്ട്, അവിടെയുള്ള ജനങ്ങളോട്, ഇറാനിയൻ ജനങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. ഇറാനിയൻ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കിട്ടാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ്. അടുത്ത സ്റ്റേറ്റ്മെൻ്റാണ്. അതായത് മറ്റൊരു കാര്യം ഞാൻ പറയാം, അതേപോലെ തന്നെ നേരത്തെ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്ത സമയത്ത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കർശനമായിട്ട് ഇസ്രായേലിനോട് പറഞ്ഞു, അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്യരുത്. 1. 2, അവരുടെ ഓയിൽ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്യരുത്, അവരുടെ പവർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്യരുത്. അപ്പോൾ അതെല്ലാം നിബന്ധനകൾ വെച്ചിട്ടാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് 2.5 മണിക്കൂർ. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോഴത്തെ പുതിയ ഡെവലപ്മെൻറ്റ് റഷ്യ കയറി ഇടപെടുന്നതും ഈ സംഭവങ്ങൾ കൊടുക്കാമെന്ന് പറയുന്നതും. അതായത് മാർക്ക് റുബിയോയുടെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നേരത്തെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പോലെ അല്ല. കാരണം ആന്റണി ബ്ലിങ്കൻ ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും ഒരു പ്രോ ഇറാനിയൻ രീതിയിലോട്ട് പോയിരുന്നു. നിങ്ങൾ മറക്കരുത്, ബറാക് ഒബാമ ഇരുന്ന സമയത്താണ് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന സാങ്ഷൻ, അത് ഇമ്പോസ് ചെയ്ത സാങ്ഷൻ ലിഫ്റ്റ് ചെയ്തത്. അതായത് ഡെമോക്രാറ്റ്സിൻ്റെ ഒരു ശൈലി ഈ പറയുന്ന ഇസ്ലാമിക തീവ്ര രാജ്യങ്ങളോട്, അത് മത തീവ്രമായ രാജ്യങ്ങളോട്. അപ്പം ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും യു-ടേണിലോട്ട് പോവുകയാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു, അവിടെ ജനങ്ങളോടല്ല. അതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പറയുന്നത് വളരെ വെരി സൂൺ, അതായത് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്ത ശേഷം ട്രംപ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ വരുന്നുണ്ട്. അതായത് ട്രംപിൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ വിസിറ്റ് മിഡിൽ ഈസ്റ്റ് ഏഷ്യ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അത് ട്രംപ് തന്നെ ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ട്രംപ് വരാൻ പോകും, കാരണം ഹോസ്റ്റേജ് ക്രൈസിസ് കഴിഞ്ഞ ശേഷം. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇസ്രായേലിന് പൂർണ്ണമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു വെപ്പൺസ് കൊടുത്തു, അതേപോലെ ഇസ്രായേലിന് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത്
ഈ പറയുന്ന ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ അറ്റാക്ക് ചെയ്യും. അപ്പം ഇതിനുള്ള സാധ്യത എനിക്ക് തോന്നുന്നത് 90-98% ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക ഇവരെ അടുപ്പിക്കും. ഈ ഇറാനെ അടുപ്പിക്കും, ന്യൂക്ലിയർ ഫെസിലിറ്റി തീർക്കാൻ പറയും. അതേപോലെ തന്നെ അവിടെ സെക്ടറിയൻ ലീഡേഴ്സായ ഈ മുല്ലാസ്, അതായത് ഖമേനി ആണെങ്കിലും മറ്റുള്ളവർ, അവരെ അങ്ങ് തീർക്കാൻ പറയും. അതോടുകൂടി ചിലപ്പം ഈ രാജ്യത്തെ പൂർണ്ണമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഇൻ്റർവ്യൂ എടുത്തയാൾ അതിനുശേഷം എഴുതിയൊരു ഒപ്പീനിയനിൽ പറയുന്നുണ്ട്. കാരണം അതോടുകൂടി ഇറാൻ മാറും. അതോടുകൂടി ഇത് പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ ഇറാൻ, ഈ പറയുന്ന മാർക്ക് റുബിയോ പറയുന്നത്, ഇറാൻ വീണ്ടും അവിടെയുള്ള ടെറർ ഓർഗനൈസേഷൻ ഔട്ട്ഫിറ്റിനെ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അതൊന്നാമത് പറയുന്നതിൻ്റെ കാര്യം ഇതാ. പിന്നെ മറ്റൊന്നെന്ന് പറയുന്ന സംഭവം, ഇപ്പം ഇറാൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത്, അവിടെ 4 മണിക്കൂറേ ഉള്ളൂ പവർ കൊടുക്കുന്നത്. അതായത് അവിടുത്തെ പല സ്കൂളുകളും വർക്ക് ചെയ്യുന്നത്, അത് കുട്ടികളല്ല, ഇത് വർക്ക് ഫ്രം ഹോം ആ രീതിയിലാണ്. കാരണം പവറില്ല. വല്ലാത്ത ക്രൈസിസിലാണ് ഇറാൻ. കാരണം ഞാൻ നേരത്തെ പറയും എന്തുകൊണ്ടാണ് അവിടെ പവർ ഇല്ലാത്തത്. അവർക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഈ പഴയ സാധനങ്ങൾ ഇട്ടിരിക്കുന്ന മുഴുവൻ, അവരുടെ ഓയിൽ ഫെസിലിറ്റിയും ക്രൂഡും പൈപ്പ് ലൈനൊക്കെ. അപ്പം ഇതിനകത്ത് അവരുടെ ഈ എടുക്കുന്ന, അതായത് എക്സ്പ്ലോർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പല മിഷൻസും പലത് കേടായി കിടക്കുക. ഇതിന് ഈ എക്യുപ്മെൻസ് എന്ന് പറയുന്ന ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കുകയുള്ളൂ. അതായത് രാജ്യത്തിൻ്റെ സ്ഥിതിയാണ്, ഇത്രയും വർഷം അവർ ഈ മിലിഷ്യ ഓർഗനൈസേഷൻ ഹിസ്ബുള്ളയും ഹമാസിനെയും ഹൂത്തികളെയും മറ്റുള്ള മിലിഷ്യയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവർക്ക് ഈ സാങ്ഷൻ കൊണ്ട് ആ രാജ്യത്തിന് വെടിയരുത്. അപ്പം അങ്ങനെയുള്ള ക്രൈസിസ് നടക്കുമ്പോഴും എന്തിനാണ് അവർ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പോൾ ഖമേനിയുടെ താല്പര്യം എന്ന് പറയുന്നത്, അതായത് വേറൊരു ഗ്രൂപ്പ്, മസൂദ് പഷിഷ്ഖാനെ എതിർക്കുന്നൊരു ഗ്രൂപ്പ് പറയുന്നത്, ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ റീജിയനിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. അതിന് റഷ്യ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. ഇതൊക്കെയാണ് പറയുന്ന സംഭവം. ഇനി ട്രംപ് വന്നു കഴിഞ്ഞാൽ റഷ്യ സപ്പോർട്ട് ചെയ്യില്ലെന്നൊക്കെ കണ്ടറിയാം. കാരണം ഈ ട്രംപിൻ്റെ ഒരു ട്രംപിന് ഈ പറയുന്ന സമാധാനപ്രിയൻ, ഈ പുടിൻ പറയുന്ന പോലെ ഈ ബൈഡൻ പറയുന്ന ഒരു രീതിയൊന്നും അല്ല. കാരണം ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാനെ അങ്ങ് തുലയ്ക്കും. കാരണം ഉള്ള ഇറാൻ പോലും ഇല്ലാതാകാൻ സാധ്യതയാണ്. ഈ പുതിയ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ പോളിസികൾ നമ്മൾ വായിക്കുമ്പോഴും മനസ്സിലാകും. അതായത് വരാൻ പോകുന്ന നാളിൽ ഈ പറയുന്ന പോലെ അത്ര സ്മൂത്തായിട്ടൊന്നുമല്ല കാര്യങ്ങൾ പോകുന്നു. ഒന്നില്ലെങ്കിൽ ഇറാൻ പൂർണ്ണമായിട്ടും ഈ ന്യൂക്ലിയർ വെപ്പൺസ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ട് അവർ തന്നെ സൈൻ ചെയ്യേണ്ടി വരും. അവരിനി ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നില്ല. ആൻഡ് എൻറിച്ച് യുറേനിയത്തിൽ എത്രമാത്രം സ്റ്റോക്ക് ഉണ്ടെന്ന് വരെ മാർക്ക് റൂബിയോ പറയുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, സാങ്ഷൻ ഇമ്പോസ് ടാങ്ക് അങ്ങ് എടുത്തു കളയാൻ തയ്യാറല്ല. കാരണം ഇറാൻ ആ ലൈനിൽ വന്നാൽ മാത്രമേ അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും ഇറാനുമായിട്ട് ഫർദർ സഹകരിക്കുകയുള്ളൂ. പിന്നെ ഇറാനുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിച്ച് പോകാൻ സൗദി അറേബ്യ പോലും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവിടുത്തെ ഒരു മേജർ സംഭവം എക്കോണമി എന്ന് പറയുന്നത് ഓയിലാണ്. ഇപ്പം ഇറാനിയൻ ഓയിൽ മാർക്കറ്റിലോട്ട് വന്ന് സൗദിയുടെ സംഭവം, ഇതെല്ലാം ബേസിക്കലി ഇതൊക്കെ ബിസിനസ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ചെറിയ സംഭവമൊന്നുമല്ല. കാരണം ഇറാനുമായിട്ട് അമേരിക്ക നേരത്തെ ബറാക് ഒബാമ ധാരണയിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്ത സൗദിയാണ്. പിന്നെ ഹൂത്തി അറ്റാക്കിൻ്റെ പേരിലാണ് പിന്നെ സൗദിയും ഇറാനുമായിട്ട് അടുക്കുന്നത്. ചൈനയാണ് ബ്രോക്കറായി നിന്നത്. ഇവിടെ ഇറാൻ ഈ പറയുന്ന ഇസ്രായേലുമായിട്ടും ഈ ഖമേനി വീണ്ടും ബോംബുണ്ടാക്കി ഇസ്രായേൽ ആ റീജിയൻ മുഴുവൻ സമാധാനം കെടുത്തുമ്പോൾ, അപ്പോൾ അവിടെ അമേരിക്കയ്ക്ക് ഒരു ഉത്തരം കണ്ടേ മതിയാവത്തുള്ളൂ. കാരണം ഇനി മിലിഷ്യ ഓപ്പറേഷനുമായിട്ട് ഇറാൻ മുമ്പോട്ട് പോകരുത്, ഒരു രാജ്യവും മിലിഷ്യ ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യരുത്. ഇതൊക്കെയാണ് അമേരിക്കൻ ഡിമാൻഡ്. ഉറപ്പായിട്ടും ഇത് ഇസ്രായേലിന് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അമേരിക്കൻ പുതിയ പോളിസീസ് വരുന്നത്. മിഡിൽ ഈസ്റ്റ് സ്റ്റേഷൻ എൻവോയ് തന്നെ പറയുന്ന നേരത്തെ ഇസ്രായേലിൽ വെച്ച് പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഇറാനെ ഈ പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് ഈ റീജിയനിൽ വരാൻ സമ്മതിക്കില്ല. ഇനി വരാനുള്ള ദിവസങ്ങളാണ് അറിയേണ്ടത്. കാരണം അവിടുത്തെ ഇറാനിയൻ ഗവൺമെൻറ് അമേരിക്കയോട് എങ്ങനെയെങ്കിലും ചങ്ങാത്തം കൂടണമെന്നും പറഞ്ഞ് നടക്കുകയാണ്. ഇനി ഫർദറുള്ള ഡേയ്സിൽ അറിയാൻ സാധിക്കും എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത്. നമുക്കിത് കാത്തിരുന്ന് കാണാം.